സർവേഭ്യോ നമസ്കാരഃ. ഇന്നത്തെ ക്ലാസ് ശബ്ദാലങ്കാരത്തിലെ അലങ്കാരമായ അനുപ്രാസത്തെക്കുറിച്ചിട്ടാണ്. എന്താണ് അനുപ്രാസം? അതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്കിന്ന് നോക്കാം. അനുപ്രാസഃ, ആ പദത്തിൻ്റെ പദച്ഛേദം അനു അധികം പ്ര അധികം ആസ എന്നാണ്. അങ്ങനെയാണ് അനുപ്രാസ എന്ന ഒരു പദം ഉണ്ടാവുന്നത്. അതിനുശേഷം സുപ്പ് പ്രത്യയം ചേർത്തിയിട്ടാണ് അനുപ്രാസഹ എന്ന വിസർഗസഹിതമായിട്ടുള്ള പുല്ലിംഗ പദമാകുന്നത്. അപ്പോൾ ഇവിടെ അനു എന്ന് പറഞ്ഞാൽ അനുഗതഃ, പിന്തുടരുക എന്നൊരർത്ഥത്തിൽ. പ്ര എന്ന് പറഞ്ഞാൽ പ്രകൃഷ്ടം എന്നൊരു അർത്ഥത്തിൽ. ആസ എന്ന് പറഞ്ഞാൽ സ്ഥാപിക്കൽ. ഓക്കെ, അങ്ങനെയാണ് ഈ അനു പ്ര ആസ ആ മൂന്ന് പദങ്ങളുടെയും മീനിങ്സ് വരുന്നത്. ഇനി കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ വർണ്ണസാമ്യം അനുപ്രാസഃ, വർണ്ണങ്ങളുടെ സാമ്യമാണ്, സമാനതയാണ് അനുപ്രാസം. കുറച്ചുകൂടി വിശദീകരിക്കുന്നുണ്ട്. എന്താണ്? സ്വരാണാം ഭിന്നത്വേപി വ്യഞ്ജനാനാം സാദൃശ്യം. സ്വരങ്ങളുടെ വ്യത്യാസത്തിൽ നിന്നുകൊണ്ട് വ്യഞ്ജനങ്ങളുടെ സമാനത ഉണ്ടാകുന്നു. അത് അനുപ്രാസമാണ്. വ്യത്യസ്ത സ്വരങ്ങളിൽ നിന്നുകൊണ്ട് വ്യഞ്ജനങ്ങളുടെ ആവൃത്തി. ഓക്കെ, ഇതിനെ എന്താണ് പറയുക? അനുപ്രാസം എന്ന പേരിലാണ് നമ്മൾ പറയുന്നത്. ഇനി ക്ലിയർ ആണല്ലോ ഈ അനുപ്രാസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ അനുപ്രാസം അതിൻ്റെ എന്താ പറയുക, എത്ര വിഭാഗങ്ങളുണ്ട് എന്നെല്ലാം ഞാൻ അലങ്കാരത്തിൻ്റെ ആ ഒരു വിഭാഗത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അനുപ്രാസത്തിന് കുറേ വിഭാഗങ്ങളുണ്ട്, 5 വിഭാഗങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതിൽ ഓരോന്നോരോന്നായിട്ട് നമുക്ക് വരും ക്ലാസ്സുകളിൽ പരിചയപ്പെടാം. അപ്പോൾ സാമാന്യമായിട്ട് എന്താണ് അനുപ്രാസം എന്ന ഒരു വിശദീകരണം മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ. എന്നിട്ട് ഒരു 2 ഉദാഹരണങ്ങളും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിലെങ്ങനെ ഈ അനുപ്രാസം വരുന്നു എന്നുകൂടി നമുക്ക് അറിയണമല്ലോ അല്ലേ? ഇനി നമുക്ക് ഉദാഹരണത്തിലേക്ക് പോകാം. തതോ മൃഗേന്ദ്രസ്യ മൃഗേന്ദ്രഗാമി വധായ വധ്യസ്യ ശരം ശരണ്യഃ. ഇതിൽ ഞാൻ അടിവരയിട്ടിട്ടുണ്ട് കുറച്ച് വർണ്ണങ്ങൾ. ഇവയെല്ലാം ആവർത്തിച്ച് വരുന്നുണ്ട് അല്ലേ? പക്ഷെ നമുക്കറിയാം, എന്താ പറയുക, സ്വരങ്ങൾക്ക് എപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ വ്യഞ്ജനങ്ങൾക്ക് അതില്ല. വ്യഞ്ജനങ്ങൾക്ക് സ്വരങ്ങളുടെ സഹായത്തോടു കൂടി മാത്രമേ നിൽക്കാൻ പറ്റുകയുള്ളൂ. ഉദാഹരണം ക പ്ലസ് ആ. അവിടെ ക എന്നാണ് വ്യഞ്ജനം. അതിൻ്റെ കൂടെ ആ എന്ന സ്വരം ചേരുമ്പോഴാണ് ക എന്ന ഒരു പൂർണ്ണമായ ഒരക്ഷരമായി അവിടെ മാറുന്നത്. അപ്പോൾ അങ്ങനെ അത് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു എന്താ പറയുക അനുപ്രാസ അലങ്കാരത്തെ കൂടി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നോക്കൂ, മൃഗേന്ദ്ര മൃഗേന്ദ്ര എന്ന ഒരു കൂട്ടം വ്യഞ്ജനങ്ങളുടെ അവിടെ ആവൃത്തി അല്ലെങ്കിൽ ആവർത്തനം വരുന്നുണ്ട് അല്ലേ? മൃഗേന്ദ്ര മൃഗേന്ദ്ര. അതുപോലെ വ വ. പിന്നെന്താ? ധായ ധ്യസ്യ അല്ലേ? അവിടെയും ധ എന്ന ഒരു വ്യഞ്ജനത്തെ എടുക്കുകയാണെങ്കിൽ 2 തവണയുണ്ട് അല്ലേ? കാരണം അതിൽ വരുന്ന സ്വരാക്ഷരങ്ങളുടെ വ്യത്യാസം ഉണ്ടെങ്കിൽ കൂടി വ്യഞ്ജനം 2 തവണ ആവർത്തിക്കുന്നുണ്ട്. പിന്നെന്താ പറയുക? ഷ ഷ. അതുപോലെ രം ര. രം എന്നുള്ളതിൽ ര പ്ലസ് അമ്മുണ്ട്, ര എന്നുള്ളവിടെ ര പ്ലസ് ആ എന്നുണ്ട്. അപ്പോൾ എന്തായാലും സ്വരാക്ഷരങ്ങളുടെ വ്യത്യാസത്തിൽ
വ്യഞ്ജനങ്ങളുടെ ആവൃത്തി അവിടെ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താണ് അവിടെ അലങ്കാരം വരിക? അനുപ്രാസം. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടം വർണ്ണങ്ങളുടെയോ അല്ലെങ്കിൽ ഓരോ വ്യഞ്ജനങ്ങളുടെയോ ആവർത്തനം വരുമ്പോൾ അവിടെ അനുപ്രാസമാണ് ഉണ്ടാവുക. ഓക്കെ. ഇനി അടുത്തൊരു ഉദാഹരണം. ആദായ ബകുല ഗന്ധാന്തീ കുർവൻ പദേ പദേ ഭ്രമരാൻ അയമേതി മന്ദം മന്ദം കാവേരി വാരി പാവന പവനഃ. ഇവിടെയും സ്വരങ്ങളുടെ വ്യത്യാസത്തിൽ വ്യഞ്ജനങ്ങളുടെ ആവൃത്തി വരുന്നുണ്ട്. അവിടെ നോക്കൂ, ന്ധ ധീ. ധ എന്നുള്ളതിൽ ധ പ്ലസ് ആ ആണ്. ധീ എന്നുള്ളതിൽ ധ പ്ലസ് ഈ ആണ്. അപ്പോൾ ഒരവിടെ ആ എന്ന സ്വരാക്ഷരത്തിൻ്റെ വ്യത്യാസത്തിലും മറ്റൊരവിടെ ഈ എന്ന സ്വരാക്ഷരത്തിൻ്റെ വ്യത്യാസത്തിലും ഒരേ വ്യഞ്ജനവർണ്ണങ്ങൾ വരുന്നു. അതേപോലെ നോക്കൂ, കാവേരി വാരി അല്ലേ, അവിടെ വേരി. അതുപോലെ വാരി, അവിടെ വ ര എന്നീ രണ്ട് വ്യഞ്ജനവർണ്ണങ്ങൾ തന്നെയാണ്, പക്ഷെ അതിൽ വരുന്ന സ്വരാക്ഷരങ്ങൾ വ്യത്യാസമാണ്. അതുപോലെ നോക്കൂ, പാവന പവന. പാവന എന്നതിൽ പ എന്നത് ദീർഘമാണ്, പവന എന്നതിൽ പ ഹ്രസ്വമാണ്. എന്ന് പറഞ്ഞാൽ ദീർഘം എന്ന് പറഞ്ഞാൽ ദീർഘാക്ഷരം സ്വരാക്ഷരം വരുന്നു, ഹ്രസ്വം എന്ന് പറഞ്ഞാൽ ഹ്രസ്വ സ്വരാക്ഷരം വരുന്നു. പക്ഷെ എങ്ങനെ എന്താ പറയുക, ദീർഘമായ സ്വരാക്ഷരങ്ങളും അതേപോലെ ഹ്രസ്വമായ സ്വരാക്ഷരങ്ങളുടെ എല്ലാം വ്യത്യാസത്തിൽ ഒരേ തരത്തിലുള്ള വ്യഞ്ജനങ്ങൾ അവിടെ ഉണ്ടാകപ്പെടുന്നു. ഓക്കെ. പാവന പവന ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ധന്യവാദ.